ഫാദർ ജോഷി മയ്യാറ്റിൽ, കത്തോലിക്ക സഭയുടെ പ്രതിനിധി. ഫാദർ ജോഷി മയ്യാറ്റിൽ, കോൺഗ്രസ് KCBC പറഞ്ഞിരിക്കുന്നത് അംഗീകരിക്കുന്നു എന്നാണോ, അത് തള്ളിക്കളയുന്നു എന്നാണോ, കോൺഗ്രസിനകത്ത് ഇത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പമുണ്ടെന്നാണോ? ഇത് ഏത് തരത്തിലുള്ള ഒരു ഫീഡ്ബാക്കാണ് സഭയ്ക്ക് കിട്ടുന്നത്? നോക്കുക, ഇത് അങ്ങനെ ഒരു ഫീഡ്ബാക്കിൻ്റെ വിഷയം തൽക്കാലം ഉദിക്കുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്യുകയാണ്, വീക്ഷിക്കുകയാണ്. നമ്മൾ ഉന്നയിച്ച വിഷയം വളരെ വ്യക്തമാണ്. KCBC ഈ വിഷയം വളരെ ഗൗരവമായി പഠിച്ചു, സുചിന്തിതമായ കൃത്യമായ ഒരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. നിങ്ങൾ ആ വരികൾ കൃത്യമായിട്ട് വായിച്ചു നോക്കൂ. മുനമ്പം ജനത നമ്മുടെ കൺമുൻപിൽ ഉള്ളതാണ്. ഈ ജനത ഇങ്ങനെയായിരിക്കുന്നത് വഖഫ് നിയമം മൂലമാണെന്ന് ഏതു കുഞ്ഞിനു പോലും അറിയാം. നിലവിലുള്ള വഖഫ് നിയമം സർക്കാർ 1995 സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമം ഉപയോഗിച്ചാണ് വഖഫ് ബോർഡ് ഈ ഒരു ഭൂമി 610ഓളം കുടുംബങ്ങൾ ഇപ്പോൾ റവന്യൂ തടങ്കലിൽ കഴിഞ്ഞ 3 വർഷമായി കഴിയുന്ന ഈ അവസ്ഥയിൽ ആയത് വഖഫ് ബോർഡ് വഖഫ് നിയമം ഉപയോഗിച്ച് ചെയ്ത കാര്യം കൊണ്ടാണ്. 2009 അത് ഓർഡർ ഇട്ടു വഖഫ് നിയമപ്രകാരം. 2019 അത് രജിസ്ട്രിയിലേക്ക് എഴുതിയെടുത്തു വഖഫ് നിയമപ്രകാരം. 2022 റവന്യൂ അവകാശങ്ങളെല്ലാം തടയപ്പെട്ടു വഖഫ് നിയമപ്രകാരം. അപ്പോൾ KCBC എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? മുനമ്പത്തെ ജനത്തിൻ്റെ പ്രശ്നങ്ങൾ, അത് അവരുടെ ന്യായമായ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് വഖഫ് ബോർഡ്. അതിന് സപ്പോർട്ടീവായിട്ടുള്ള നിയമങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ആ നിയമങ്ങൾ ഏതൊക്കെയാണോ മുനമ്പത്തെ ജനത്തിന് തടസ്സമായി, അവരുടെ സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണോ ആ നിയമങ്ങൾ അത് ഭേദഗതി ചെയ്യാൻ എല്ലാ MP-മാരും സഹകരിക്കണം എന്നാണ് KCBC പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ വളരെ വ്യക്തമായി CBCIയുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ സകല ക്രൈസ്തവരുടെയും കൂടെയുള്ള അല്ലെങ്കിൽ കത്തോലിക്കരുടെയും ഏറ്റവും ഒഫീഷ്യലായിട്ടുള്ള ബോഡിയായ ഇന്ത്യയിലെ മെത്രാന്മാരുടെ സമിതി CBCI ഇറക്കിയിട്ടുണ്ട്. ഇതൊന്നും കോൺഗ്രസിന് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അറിയാം, എല്ലാവരും വീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ജനത്തിൻ്റെ പൗരന്മാരുടെ പ്രശ്നങ്ങളെ കോൺഗ്രസ്സായി കൊണ്ടുവന്ന ഒരു നിയമത്തിലൂടെ ഉണ്ടായിട്ടുള്ള അൺകോൺസ്റ്റിറ്റ്യൂഷണലായ ഒരവസ്ഥ, മതേതരത്വ വിരുദ്ധമായ ഒരവസ്ഥ, ജനാധിപത്യ വിരുദ്ധമായ ഒരവസ്ഥ, അതിനെ ഭേദഗതി ചെയ്യാൻ ഉള്ളൊരു ബില്ലുമായി ഓഗസ്റ്റ് 8 BJP സർക്കാർ വന്നതെന്ന് ഓർക്കണം. 8 മാസം ഉണ്ടായിരുന്നു, 8 മാസം. ഈ 8 മാസത്തിനിടയിൽ മുനമ്പത്തെ ജനവും ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമായിരുന്നു, ഒരു ബദൽ ഭേദഗതി രേഖ തയ്യാറാക്കൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ BJP സർക്കാർ കൊണ്ടുവന്ന ആ നിയമം അതുപോലെ അംഗീകരിക്കുമെന്ന് ഒരാളിവിടെ പറഞ്ഞിട്ടില്ല. ഇത്രയും നാൾ 8 മാസമുണ്ടായിട്ട് ഇവിടെ ഒരു പബ്ലിക് ചർച്ചയ്ക്ക്, ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ, വഖഫ് നിയമത്തെ പഠിക്കാൻ കോൺഗ്രസോ CPM-ഓ മറ്റ് കേരളത്തിലുള്ള ഏതെങ്കിലും പാർട്ടിയോ മുന്നോട്ട് വന്നോ? എന്തുകൊണ്ടാണ്? തൊട്ടു മുൻപിൽ അനുഭവം 610 കുടുംബങ്ങൾ ഇതുപോലെ കിടക്കുകയാണ്. അതിനിടക്ക് നിയമസഭയിൽ എന്തെല്ലാം സർക്കസുകൾ നടന്നു. അപ്പോൾ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു ശൈലി ഇവിടെയുള്ള പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നു. അൺകോൺസ്റ്റിറ്റ്യൂഷണലായ നിയമങ്ങളെ
അത് കൃത്യമായി ഫാദർ ജോഷി മയ്യാട്ടിൽ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു വിഷയം നടക്കുന്നു എന്നുള്ളത് മാത്രമാണോ കാര്യം? ഈ ഇത്രയ്ക്കും കൂലങ്കഷമായിട്ട് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും വിമർശിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ MP-മാരോട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പക്ഷം പിടിച്ചുകൊണ്ട് സ്വീകരിക്കണം നിലപാടെന്നൊക്കെ പറയുന്നിടത്ത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മറ്റ് ആശങ്കകൾ കൂടി അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? അതുകൂടിയാണോ സഭയുടെ വിഷയം? നോക്കൂ, ഇവിടെ KCBC ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ മുനമ്പം വിഷയത്തെ മാത്രം ഫോക്കസ് ചെയ്താണ്. നിങ്ങളത് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ KCBCയുടെ പത്രക്കുറിപ്പ് ഞാൻ വായിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഭരണഘടന അനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് അനുകൂലമായി ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണം. അതാണ് ആദ്യത്തെ പാരഗ്രാഫിലുള്ളത്. രണ്ടാമത്തത് എന്താ? മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത വണ്ണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അന്യായമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണം. മുനമ്പങ്കാർക്ക് ഭൂമി വിറ്റ ഫാറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പു പറഞ്ഞിരിക്കെ എതിർവാദം ഉന്നയിക്കത്തക്ക വിധമുള്ള വകുപ്പുകൾ വഖഫ് നിയമത്തിലുള്ളത് ഭേദഗതി ചെയ്യാൻ ജനപ്രതിനിധികൾ സഹകരിക്കണം. ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. വളരെ സ്പെസിഫിക്കായി, വളരെ കൃത്യമായി നമ്മുടെ കൺമുമ്പിലുള്ള ആ പ്രശ്നത്തെ അത് നിയമം മൂലമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് KCBC അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനോട് ആർക്കാണ് എതിർപ്പ് ഉണ്ടാകാൻ ഇടയുള്ളത്? ഒരു ജനാധിപത്യ മനസ്സുള്ള മനുഷ്യർക്ക്, പൗരന്മാർക്ക്, പാർട്ടികൾക്ക് ഒന്നും എതിർപ്പുണ്ടാകാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. UDF-നെ ഇതൊരു പ്രതിസന്ധിയിലാക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. KCBC ലീഗ് എടുക്കുന്ന നിലപാടുമായിട്ട് ലീഗ് ഇതിൽ ചർച്ച നടത്താം KCBC-യുമായിട്ട് എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ഏത് തരത്തിൽ കാണുന്നു? അങ്ങനെ ഒരു സമവായം, ഒരു സമന്വയം, ഇങ്ങനെ ഒരു സർക്കുലറിന് മുൻപ് തന്നെ ഒരുപക്ഷെ അത്തരമൊരു ഇനിഷ്യേറ്റീവ് ഒക്കെ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നവരില്ലേ? നോക്കൂ, എത്ര നാൾ കാത്തിരിക്കണം? നിങ്ങളൊന്ന് പറയൂ, അപർണ ഒന്ന് പറയൂ, എത്ര നാൾ കാത്തിരിക്കണം? 3 വർഷമായോ ആ ജനം റവന്യൂ തടങ്കലിലായിട്ട്? 1989 മുതൽ 1991 വരെ ഉള്ള കാലഘട്ടത്തിൽ പണം കൊടുത്ത് വാങ്ങി പോക്കുവരവ് ചെയ്ത് ആധാരത്തോടുകൂടി ടാക്സ് അടച്ച് ജീവിക്കുന്ന 35-36 വർഷമായി ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അവിടേക്കാണ് ഒരു നിയമത്തിന്റെ പേരിൽ, ആ നിയമത്തിന്റെ പേരിൽ ഒരു വഖഫ് ബോർഡ് വന്ന് വലിയൊരു അധീശത്വം, ഒരു അധിനിവേശം നടത്തി അവരെ 3 വർഷമായി തടങ്കലിലാക്കിയിരിക്കുന്നത്. അവരുടെ ജീവിതം എന്തൊരു കഷ്ടതയിലാണ്, ദുരിതത്തിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും നാള് ഈ UDF എവിടെയായിരുന്നു? ഇത്രയും നാള് ഈ LDF എവിടെയായിരുന്നു? ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞവര് എന്തുകൊണ്ടാണ് അതിനുവേണ്ടി ശക്തമായ ഒരു പ്രതിഷേധമോ ശക്തമായ ഒരു നീക്കമോ ഇവിടെ നടത്താൻ അവർക്ക് കഴിയാതെ പോയത്? ഇവര് തന്നെയാണല്ലോ 2022 ഡിസംബർ 12 തീയതി ചോദ്യങ്ങൾ ഉന്നയിച്ച് നിയമസഭയിൽ വഖഫ് ഭൂമിയിൽ കയ്യേറ്റക്കാരുണ്ട്, അവരെ പുറത്തിറക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ, UDF ചോദിച്ചപ്പോ LDF എന്താ പറഞ്ഞ മറുപടി കൊടുത്തത്? എന്താ? തീർച്ചയായിട്ടും പുറത്തിറക്കിയിരിക്കുമെന്നല്ലേ. പിന്നെ ഇപ്പൊ പറയുന്നത് ചങ്കിലെ ചോരയുള്ളിടത്തോളം കാലം ആരെയും ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്നത്രേ. എന്തൊരു വാചകമടിയാണിത്! ജനം സമരമിരുന്ന് ഇപ്പോൾ 6 മാസം സമരമിരിക്കുകയാണവര്. 170 ദിവസമാകുന്നു ആ ജനത്തിന്റെ സഹന സമരം. ആ സമരത്തിന് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? മുനമ്പത്തെ ഒരു കൊച്ചു പ്രദേശത്തെ ഒരു വിഷയം മാത്രമായിട്ട് UDF-നോ LDF-നോ ഇതിനെ കാണാൻ കഴിയുമോ? അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കേണ്ടത് ആരാണ്? രാഷ്ട്രീയമായ ബുദ്ധിയുണ്ടെങ്കിൽ UDF-ഉം LDF-ഉം ഗൗരവമായി ചിന്തിക്കുകയും ഈ ഭേദഗതിക്ക് വേണ്ടി, അത് എല്ലാം എന്ന് പറയുന്നില്ലല്ലോ, നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, ഇതിൽ നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ഏതൊക്കെയാണ്, പബ്ലിക്കിന് മുന്നിലേക്ക് നിങ്ങൾ പറയ്. ഒരു ബദൽ ഭേദഗതി രേഖ മുന്നോട്ട് നിങ്ങൾ കൊണ്ടുവര്.
എത്ര മാസമായി നോക്കൂ. ന്യൂസ് 18 തന്നെ ഇക്കാര്യം 6 മാസം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഈ പാർട്ടികളുടെ ഒക്കെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു സാറ് അന്ന് ചർച്ചയിൽ ഉണ്ടായിരുന്ന ആള് ഇത് തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 സാർമാര് ചർച്ചയിൽ ഉണ്ടായിരുന്നു. ഇത് തന്നെയാ പറഞ്ഞത്. ഭേദഗതി രേഖ കൊണ്ടുവരൂ. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയുമായിരുന്നു, കൊണ്ടുവരുമായിരുന്നു ഇന്ന സംഗതികൾ ഇത് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്, ഇന്ന സംഗതികൾ അത് മാറ്റാവുന്നതാണ്, അത് മാറ്റേണ്ടത് ഇങ്ങനെയാണ്. ഇതല്ലേ ഒരു സുതാര്യതയുള്ള രാഷ്ട്രീയം? പിന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ജനത്തെ മുഴുവൻ ചവിട്ടി മെതിക്കാൻ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഭരണഘടനയ്ക്ക് മുകളിലേക്ക് ഒരു മത നിയമത്തിന് സ്ഥാനം കൊടുക്കാമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതിനെ ചെറുത്തിരിക്കും, ഒരു സംശയവും വേണ്ട.